ഹാനാസ് PSC കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ആര്? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ദുബായ് കിരീടാവകാശി ആര്? ഷെയ്ഖ് ഹംദാൻ. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന 18ാമത് താഷ്ക ഓപ്പൺ കിരീടം സ്വന്തമാക്കിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആര്? നിഹാൽ സരിൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം 62 മണിക്കൂർ നടന്ന വനിത ആര്? സുനിത വില്യംസ്. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ആര്? MA കൃഷ്ണൻ. മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായി കരടികളെ കൊല്ലുവാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? സ്ലോവാക്യ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയ വ്യക്തി ആര്? PR ശ്രീജേഷ്. തമിഴ്നാട്ടിൽ കാൾ മാക്സിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെ? ചെന്നൈ. അടുത്തിടെ ദക്ഷിണ സുഡാനിലെ പൗരന്മാരുടെ വിസ നിരോധിച്ച രാജ്യം ഏത്? US. 2025 ഏപ്രിലിൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ കപ്പൽ ഏത്? MSC തുർക്കി. ക്രൈ ഓഫ് ദ ഹോൺബിൽ എന്ന പുസ്തകം രചിച്ചത് ആര്? ഹുസ്ന. 2025 ഏപ്രിലിൽ FIEO പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? SC റാൽഹൻ. ഇന്ത്യയിലെ പുതിയ ഭൂഗർഭ നോവൽ ബേസ് നിലവിൽ വരുന്നത് എവിടെ? ആന്ധ്രാപ്രദേശ്. അടുത്തിടെ പരുത്തി വ്യാപാര സഹകരണത്തിനായി ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏത്? ഓസ്ട്രേലിയ. ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത്? ഇന്തോനേഷ്യ. കൊച്ചി നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വനിത ആര്? തോട്ടക്കാട് മാധവിയമ്മ. ഫ്രെഡ് ഡാറിംഗ്ടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര്? സുദർശൻ പട്നായിക്. മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി അവതരിപ്പിക്കുന്ന കുടുംബശ്രീ പരിപാടി ഏത്? ജംഗൾസ. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതരായി വിവിധ സ്ഥലങ്ങളിൽ മറ്റും യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് ഒരുക്കിയ പദ്ധതി ഏത്? സഹയാത്രിക. 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടക്കുന്ന അടുത്ത ദേശീയ ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെ? മേഘാലയ. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത്? ഹംഗറി. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷത്തേക്ക് ആക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളം. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത്? നീരജ് ചോപ്ര ക്ലാസിക്. കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടിപ്പാലം ഏത്? കന്യാകുമാരി. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.